ഹലോ ഗായ്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം ഇന്നൊരു തട്ടിക്കൂട്ട് പ്രോൺസ് ബിരിയാണിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പം അതിനാവശ്യമായിട്ട് കുറച്ച് ചെമ്മീൻ ഫ്രിഡ്ജിലിരുന്നായിരുന്നു. അപ്പോൾ അത് മസാല പരട്ടി പൊരിച്ച് ആ എണ്ണയിലേക്ക് തന്നെ 2-3 സവാള മുറിച്ച് ഇട്ട് കൊടുത്തു കേട്ടോ. ആ എണ്ണയിൽ തന്നെ ഇട്ട് കൊടുത്തു. എന്നിട്ട് അതിന് ശേഷം പാകത്തിന് ഉപ്പ് കറി മസാല ഇട്ടിട്ട് വഴറ്റാണ്. അതിനുശേഷം അതിലേക്ക് കറി മസാലകളൊക്കെ വേണ്ട, പൊടികളൊക്കെ. അപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ട്, മുളക് പൊടി ഇട്ട്, മല്ലിപ്പൊടി ഇട്ട്, കറി മസാലയുടെ പൊടി ഇട്ട്, പാകത്തിന് ഉപ്പ് ഇട്ട് നല്ലോണം വഴറ്റി കൊടുക്കാം കേട്ടോ. മസാല ചുരു ഇടുന്നവരെ കുറച്ച് നേരം വഴറ്റുന്നു. പാകത്തിന് ഉപ്പ്, കുറച്ച് ഉപ്പ് കൂടി ഇടണം കേട്ടോ. അതിൽ പാകത്തിന് വേണ്ടേ. അപ്പോൾ അതിലേക്ക് ആവശ്യമായ മസാലകളൊക്കെ ചേർത്ത് കഴിഞ്ഞ് ഒന്നും കൂടി വഴറ്റണം കേട്ടോ. അതിനുശേഷം കുക്കറിലാണല്ലോ സാധാരണ ഇത് വെക്കണത്, വേഗം ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുക്കറിലേക്ക് അത് മാറ്റി എന്നിട്ട് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, തക്കാളി ഇതാണ് ഞാൻ മിക്സിയിലിട്ടിട്ട് അരച്ചെടുത്തു, സമയം ലാഭിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ആ പേസ്റ്റ് ഈ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ. എന്നിട്ട് മസാല കുറച്ച് നേരം ഇളക്കി കൊടുത്ത് ഈ പൊരിച്ച് വെച്ചിരിക്കുന്ന ചെമ്മീൻ അതിലേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ. എന്നിട്ട് മസാല നല്ലോണം ജോയിൻ്റായി വരുന്നവരെ കുറച്ച് നേരം ഇളക്കി കൊടുത്തു. അതിനുശേഷം ഞാനിവിടെ 1.5 കപ്പ് അരിയാണ് എടുക്കുന്നത്. അപ്പോൾ അത് അരി കഴുകി കുതിർത്ത് കഴുകി വാര വെച്ചിട്ടുണ്ട്. പിന്നെ അരിയിലേക്ക് ആവശ്യമായ ക്യാരറ്റ്, മല്ലിയില, പട്ട, ഗ്രാമ്പൂ അങ്ങനത്തെ സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. അങ്ങനെ അരി കഴുകിയിട്ട് കുതിർത്തി കോരി വെച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. വാർത്തിട്ട് ആ മസാലയിലേക്ക് 1.5 കപ്പ് അരിക്ക് 3 കപ്പ് വെള്ളം വേണം. അപ്പോൾ കുക്കറിലേക്ക് 3 കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ്. അതിനുശേഷം അരി കഴുകി വാർത്ത് വെച്ചിട്ടുണ്ടല്ലോ, അത് അതിലേക്ക് ഇട്ട് കൊടുത്ത് കുറച്ച് നെയ്യ്, കുറച്ച് ചെറുനാരങ്ങ നീര്, പാകത്തിന് ഉപ്പ് നോക്കിയിട്ട് പാകത്തിന് ഇട്ട് കൊടുക്കണം. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കണം. എന്നിട്ട് കുക്കർ ക്ലോസ് ചെയ്യണം. 2 വിസിൽ അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ബിരിയാണി റെഡിയായി. അരി അതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുത്ത് പാകത്തിന് ഉപ്പൊക്കെ ഇട്ടിട്ട് ഇളക്കി കൊടുത്തു. അപ്പോൾ വേഗം ബിരിയാണി ആവണമെന്നുണ്ടെങ്കിൽ, കുട്ടികൾക്കൊക്കെ പെട്ടെന്നൊക്കെ പറയുമ്പോൾ വേഗം ആവണമെന്നുണ്ടെങ്കിൽ കുക്കറിൽ വെച്ച് ഒരു 20 മിനിറ്റ് കൊണ്ട് ബിരിയാണി റെഡിയാവും കേട്ടോ. 2 വിസിലടിച്ചാൽ മതി കുക്കറിലിട്ടിട്ട് കേട്ടോ. അപ്പോൾ ചെമ്മീനും വേവും അരിയും വേവും ഒക്കെ പാകമായിട്ടാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ചെമ്മീനായ കാരണം കൊണ്ട് അരി നല്ല ടേസ്റ്റ് ഉണ്ട്. മറ്റുള്ളതൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട്, എന്നാലും ചെമ്മീനായതുകൊണ്ട് പ്രത്യേക ടേസ്റ്റ് ആവും. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്, മസ്റ്റ് ട്രൈ ആണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, കുട്ടികൾക്കൊക്കെ ഇഷ്ടമായി. അങ്ങനെ അത് പാത്രത്തിലേക്ക് വിളമ്പാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടാൽ മാത്രം പോരാ, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. മസ്റ്റ് ട്രൈ ചെയ്തിട്ട് എല്ലാവരും കമൻറ്റ് ചെയ്യണം കേട്ടോ. പെട്ടെന്നൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ബിരിയാണി, തട്ടിക്കൂട്ട് ബിരിയാണി കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബൈ, സീ യു. എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ.